ഹായ് എവരിവൺ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്റ്റംബർ 25 ഫൗണ്ടേഷൻ്റെ പേപ്പർ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ RTP ആണ്. സോ നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് RTPയിൽ നോർമലി വരുന്നത്. അതിനകത്ത് ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം കവർ ചെയ്യും. സോ നമ്മുടെ സ്ട്രേറ്റ് അവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഓഫ് ദ സീരീസ്. നമുക്കൊരു സീരീസ് തന്നിരിക്കുന്നു. ഇതൊക്കെയാണത് 7, then 26, then 63, then 124, 215, 342, then നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം, മിസ്സിംഗ് ടേം. സോ നോക്കുകയാണെങ്കിൽ 7, 26, 63 എക്സെട്ര. സോ 7 എന്ന് പറയുമ്പോഴത്തേക്കും 7 × 3 or 4 അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. സോ നമുക്ക് ഒരു റിലേഷൻ കൊണ്ടുവരാം. ഇവിടെ 7 can be written as 2 cube minus 1, then 26 3 cube 27 ആണ്, -1 ആണ്. അതേപോലെ 63 4 cube -1 ആണ്. അതേപോലെ 125 5 cube -1 ആണ്. 216 നമുക്ക് അറിയാം 6 cube 216 ആണ്. 6 cube -1, then 342 എന്ന് പറയുന്നത് 7 cube -1 ആണ്. ഒബ്വിയസ്ലി ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 8 cube -1 ആയിരിക്കും. 8 -1 എത്ര കിട്ടും? 511. സോ ആൻസർ വിൽ ബി ചോയ്സ് ഡി, 511. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ലോജിക്കൽ റീസണിങ്ങിലെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. In a certain chord, Kaveri is written as. So നോക്കാം. Kaveri is written as VAKIRE. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു 6 ടേം ആയിട്ടുള്ള വേർഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നോക്കാം, ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ VAK. അതേപോലെ രണ്ടാമത്തെ ഇതും എന്താണ്? ഇതും എന്താണ്? സെക്കൻഡ് 3 ലെറ്റേഴ്സും എന്താണ്? റിവേഴ്സ് ഓർഡറിലാണ് എടുത്തിരിക്കുന്നത്. ദെൻ ഒബ്വിയസ്ലി ഹൗ ഈസ് മൈസൂർ? MYSORE, മൈസൂർ. സോ 6 ടേംസ് ആണ് വരുന്നത്. 3 ടേംസ് ഉള്ള രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. എങ്ങനെ വരും? SYM. ഇതും റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? ERO. സോ SYMERO. ചോയ്സ് എന്ത് വരും? SYMERO. ചോയ്സ് സി. ഓക്കെ അല്ലേ? ചോയ്സ് സി. Then third question. In a certain code, December is written as. Certain code December, DECEMBER. December is written as ER, then MB, then CE, then DE. നമുക്കില്ല അറിയാം. നോക്കുക, രണ്ട് ടേമായിട്ട് ഡിവൈഡ് ചെയ്താൽ 2 ഇത് നേരെ ഫസ്റ്റ് നേരെ ഏറ്റവും ലാസ്റ്റ് വരുന്ന 2 ടേം, 2 ലെറ്റേഴ്സ്. ER അത് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നു. ദെൻ MB രണ്ടാമത് വന്നിരിക്കുന്നു. CE മൂന്നാമത് വന്നിരിക്കുന്നു. DE നാലാമത് വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു അപ്രോച്ച് വരുന്നത്. സോ ഒബ്വിയസ്ലി നമുക്കിനിയും എന്തിൻ്റെയാണ് കോഡ് കണ്ടുപിടിക്കേണ്ടത്? Then which word will written as? ERM BVENO. സോ നമുക്കറിയാം 1 2 3 4 5 6 7 8. നമുക്ക് ഇതേ ഫോർമാറ്റ് എടുക്കണമെങ്കിൽ 2 2 2. അതിനകത്ത് 2 2 4 6 1 7 8 ടേം വരുന്ന 2
വേർഡ്സ് ആണ് വരുന്നത്, 2 വേർഡ്സ് ആണ്. ഇവിടെ നമുക്ക് ചോയ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇത് ഒരിക്കലും ഓഗസ്റ്റ് ആൻഡ് ഒക്ടോബർ വരില്ല, ബിക്കോസ് അത് 6ഉം 7ഉം ലെറ്റേഴ്സാണ് വരുന്നത്. നമുക്ക് 8 ലെറ്റേഴ്സ് വരണം. സോ അതിൽ ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്ന 2 ലെറ്റർ ആദ്യം വരുമ്പോൾ NO. ഒബ്വിയസ്ലി NO ഫസ്റ്റ് ലെറ്റേഴ്സായിട്ട് വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. ആൻസർ എന്തായിരിക്കും? നവംബർ ആയിരിക്കും. ഇവിടെ വെച്ച് തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ബട്ട് നമുക്ക് എന്നാലും ഒന്ന് നോക്കിയേക്കാം. NO, ദെൻ അടുത്ത രണ്ടാമത്തെ VE അല്ലേ, ഫസ്റ്റ് പെയർ എടുത്തു, ദെൻ സെക്കൻഡ് പെയർ VE, MBER, നവംബർ. ഓക്കെ, നവംബർ. സോ രണ്ട് ലെറ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെറ്ററിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ആദ്യം, ദെൻ രണ്ടാമത് വരുന്നത് എന്താണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഫസ്റ്റ് NO, ദെൻ VE, ദെൻ MB, ദെൻ ER. എന്ത് കിട്ടും? നവംബർ. ക്ലിയർ അല്ലേ? കേട്ടോ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പാറ്റേൺ നമ്മൾ ആദ്യം മനസ്സിലാക്കി. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സിലെ അതേ പാറ്റേൺ അല്ലെങ്കിൽ ആ വേർഡിൽ അതേ പാറ്റേൺ അപ്ലൈ ചെയ്തു. നമ്മൾ നവംബർ എന്ന് പറഞ്ഞ വേർഡ് കണ്ടുപിടിച്ചു. ഓക്കെ, കോഡിംഗ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്ഷൻ ടെസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രവി ഫേസസ് ടുവേർഡ്സ് നോർത്ത്, ടേണിംഗ് ടു ഹിസ് റൈറ്റ് ആൻഡ് ഹി വാക്സ് 25 meters. നമ്മൾ രവി നോർത്ത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്ന കണക്കെടുത്തു. നോർത്ത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു. ദാറ്റ് മീൻസ് നോർത്ത് ഡയറക്ഷനിൽ റൈറ്റ് മീൻസ് ഇതിലേക്ക് വന്നു, ഈസ്റ്റ്. എത്രയാണ്? റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 25 meters. 25 meter. Then he turns to his left. Right now ഈസ്റ്റ് ആണ്. അവിടുന്ന് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആണ് മുകളിലേക്ക്. ഇത്രയാണ് 30 meters. 30 meter. Then 25 meter to his right. നോർത്ത് ഡയറക്ഷനിലാണ്. അഗെയിൻ റൈറ്റ്. ഈ ഡയറക്ഷനിൽ വരും. 25 meters. He turns to his right and again 55. So right now അതിൽ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിൽ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ സൗത്ത് ഡയറക്ഷനിലേക്ക് വരും. ഇത്രയാണ് 55 meters. 55 meters. Then 55 meter വന്നു. Finally he turns to his right and moves 40 kilometers. So 25 then ഒരു 15 കൂടെ വരും. That means up to this point വരും. 40 kilometers. സൗത്തിലാണ്. സോ റൈറ്റിലേക്ക് തിരിഞ്ഞു. ദാറ്റ് മീൻസ് 40 meters. സോ ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ വന്നു. ദെൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി നൗ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണെന്നാണ്. സോ നമ്മുടെ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷനാണ് വരുന്നത്. ഇത് ഏത് ഡയറക്ഷനാണ്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഇൻ്റർമീഡിയറി ആണ്. നോർത്ത്, സൗത്ത്, സൗത്തിനും ഈസ്റ്റിനും ഇൻ ബിറ്റ്വീൻ. ദാറ്റ് മീൻസ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സോ ഇത് വരുന്നത് പോയിൻറ്റിങ് എന്നായിരിക്കും. പോയിൻറ്റിങ്. പോയിൻറ്റിങ് ടു എ ജെന്റിൽമാൻ, ദീപക് സെഡ് ഹിസ് only brother is the father of my daughter's father. Pointing to a gentleman, Deepak said his only brother is the father of my daughter's father. Is the father of my daughter's father.
പോയിൻറ്റിങ് ടു എ ജെൻറ്റിൽമാൻ. സോ നമ്മൾ ഫസ്റ്റ് കൊടുത്തു ഹിസ് ബ്രദർ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. സോ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ എന്ന രീതിയിൽ വന്നിരിക്കുന്നു. ദെൻ ഹൗ ഈസ് ജെൻറ്റിൽമാൻ റിലേറ്റഡ് ടു ദീപക്? സോ ദീപക് ഇവിടെ വരും, ദീപക്കിൻ്റെ ഡോട്ടറിൻ്റെ ഫാദർ. ദാറ്റ് മീൻസ് ദീപക്കിൻ്റെ ഫാദറിൻ്റെ ബ്രദർ. ഹിസ് ബ്രദർ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. ഫാദറിൻ്റെ ബ്രദർ, ദാറ്റ് മീൻസ് ദീപക്കിൻ്റെ ഫാദറിൻ്റെ ബ്രദർ എന്ന രീതിയിൽ വരുന്നു. ദാറ്റ് മീൻസ് ദീപക്കിൻ്റെ ഫാദറിൻ്റെ ബ്രദർ, അങ്കിൾ. How is that gentleman related to Deepak? That person, this gentleman is the uncle of Deepak. So answer എന്ത് വന്നു? അങ്കിൾ. ഓക്കെ, ലൈനേ ഉള്ളുവെങ്കിൽ പോയിൻറ്റിങ് എന്നാണ്, പോയിൻറ്റിങ് എന്നല്ല. ടു എ ജെൻറ്റിൽമാൻ ദീപക് സെറ്റ് ഹിസ് ബ്രദർ ഈസ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഫാദർ. സോ ആ ജെൻറ്റിൽമാൻ്റെ ഡോട്ടർ മൈ ഡോട്ടറിൻ്റെ ഫാദറിൻ്റെ ഫാദറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ദീപക്കും ആ ജെൻറ്റിൽമാൻ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ വന്നു? അങ്കിൾ. ദ ജെൻറ്റിൽമാൻ വിൽ ബി ദ അങ്കിൾ ഓഫ് ദീപക്. ക്ലിയർ? 5 ക്വസ്റ്റ്യൻ ആണ് ജനറലി നമുക്ക് എന്തിൽ വരിക? ലോജിക്കൽ റീസണിങ്ങിൽ വരിക. പിന്നെ ഒബ്വിയസ്ലി ബിസിനസ് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇൻഡീസസിലെ ക്വസ്റ്റ്യൻ നോക്കുക. റൂട്ട് ഓഫ് 4 ദ ഹോൾ റേസ് ടു -6 ഇൻറ്റു റൂട്ട് 2 the whole raised to -4 equal to 2 raised to p എന്ന് തന്നിരിക്കുന്നു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഉണ്ട്, ഇവിടെ 2 raised to p ആണ്. ഈ LHSലുള്ള ഇൻഡെക്സിൻ്റെ ബേസ് ഇൻ ടേംസ് ഓഫ് 2 ആക്കി കൊണ്ടുവന്നാൽ നമുക്ക് എന്താണ്? 2 ഇൻഡീസസ് ഈക്വൽ ആവും. ബേസ് സെയിം ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എന്ത് ഈക്വൽ ആയിരിക്കും? പവർ അല്ലെങ്കിൽ ഇൻഡെക്സ് ഈക്വൽ ആയിരിക്കും. സോ റൂട്ട് 4നെ എങ്ങനെ എഴുതാം? റൂട്ട് 4 2 raised to -6 into root 2 can be written as 2 raised to 1/2 the whole raised to -4 equal to 2 raised to p. That implies 2 raised to -6 into 2 raised to 4 -4/2 എന്ന് വരും, ഈക്വൽ ടു 2 raised to p. LHSലെ ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി 2 ഇൻഡീസസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഒന്ന് 2 raised to -6 into 2 raised to -4/2, 2 raised to -2 equal to 2 raised to p. That implies a raised to m into a raised to n property, a raised to m n, a raised to m into a raised to n, a raised to m plus n. That means 2 raised to -6 -2 വരും, 2 raised to -8 equal to 2 raised to p. That implies നമ്മുടെ ആൻസർ കൺക്ലൂഡ് ചെയ്യാം. 2 ഇൻഡീസസ് ഈക്വൽ ആണ്, ബേസ് സെയിം ആണെങ്കിൽ പവർ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? p equal to -8. p is equal to -8. 6th question. Okay. Then next one, 7th one, റേഷ്യോയുടെ ക്വസ്റ്റ്യൻ. റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷനിലെ ഇതുവാകാം. 7p plus 3q is to 3p minus 2q is equal to 43 is to 2. 43 is to 2. സോ രണ്ട് റേഷ്യോസ് ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പ്രപ്പോർഷൻ എന്ന് വിളിക്കാം. പ്രപ്പോർഷനാണ് ഇത്. അതായത് ഈ 4 ടേംസ്, ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രപ്പോർഷണൽ, സെക്കൻഡ് പ്രപ്പോർഷണൽ, തേർഡ്, ഫോർത്ത് ആർ ഇൻ പ്രപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോഡക്റ്റ് ഓഫ് മീൻസിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് 2 into 7p plus 3q will be equal to 43 into 3p minus 2q. 43 into 3p minus 2q. So that means 2 into 7p, 2 into 7p, 14p plus 3 into 2, 6q equal to 43 into 3, 129. p minus 43 into 2, 86q. So that means
6q plus 86q is equal to 129p minus 14p. So that means നമുക്ക് എങ്ങനെ എഴുതാം 6 plus 86 92q is equal to 129 minus 14 കിട്ടും 115p 115p. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? P is to Q. P is to Q. So that means P is to Q means P by Q equal to എന്ത് വരും? 100 and P by Q equal to 92 divided by 115. P by Q is equal to 92 by 15. That means P is to Q. ഈ 192 is to 115 ആണോ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം? അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? ഇല്ല. സിംപ്ലസ്റ്റ് ഫോം വന്നിരിക്കുന്നു 92. സോ 23 കൊണ്ട് നോക്കാം. സോ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 23 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ റേഷ്യോ എപ്പോഴും ഏത് ഫോർമാറ്റിൽ വേണം? ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഫോമിൽ വേണം. ദെയർഫോർ നമുക്ക് 92 ഡിവൈഡഡ് ബൈ 115 എങ്ങനെ എഴുതാം? 4:5. 23 കൊണ്ട് 23 into 4 ആണ് 92, 23 into 5 ആണ് 115 വരുന്നത്. Therefore answer 4:5. 4:5. Okay, then next question. The sum of digits of a two-digit number is 10. If 18 is subtracted from it, the digits in the resulting number will be equal. So obviously ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ വേറെ ഒരു മെത്തേഡിലും പോകരുത്, ചോയ്സ് മെത്തേഡ്. നമുക്കൊരു 2 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. അതിലെ ഡിജിറ്റ്സിൻ്റെ സം എത്രയാണ് തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, നേരെ ചോയ്സിലേക്ക് വരാം. 3 + 7 10 ആണ്. 7 + 3 10 ആണ്. 6 + 4 ഓൾസോ 10 ആണ്. നൺ ഓഫ് ദീസ് ഒഴിച്ച് ബാക്കി മൂന്നും നമുക്ക് എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണ്? ഇഫ് 18 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്, ദ ഡിജിറ്റ്സ് ഇൻ ദ റിസൾട്ടിംഗ് നമ്പർ വിൽ ബി ഈക്വൽ. സോ 37 മൈനസ് 18 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 37 മൈനസ് 18 19 ആണ് വരുന്നത്. ഡിജിറ്റ്സ് ഈക്വൽ അല്ല. അടുത്തത് 73 മൈനസ് 18 എത്ര വരും? 55 വരും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഡിജിറ്റ് നമ്പർ 73 ആണെങ്കിൽ ഇതിൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് എത്ര വരും? 55 വരും. ഡിജിറ്റ്സ് ഇൻ ദ റിസൾട്ടിംഗ് നമ്പർ ഈക്വൽ ആണ്. ദെയർഫോർ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്താണ്? 73 ആണ്. ചോയ്സ് മെത്തേഡിൽ ഡയറക്റ്റ് ആൻസർ കിട്ടി. വേറൊരു മെത്തേഡിലും 2 ഡിജിറ്റ് 3 ഡിജിറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ വേറൊരു മെത്തേഡിലും ചെയ്ത് സമയം കളയരുത്. നേരെ ചോയ്സ് മെത്തേഡ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചോയ്സിൽ നിന്ന് ആക്യുറേറ്റ് ആൻസർ പിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, difference between compound interest and simple interest on a certain sum for 2 years at 6% per annum is 13.504. Difference between simple interest, compound interest minus simple interest for 2 years. നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോമിൽ യൂസ് ചെയ്യാം? PI². ഇത്രയും തന്നിട്ടുണ്ട് 13.50 ഡിഫറൻസ്. സോ ദാറ്റ് മീൻസ് P into 0.06 square equal to 13.50. That implies P equal, calculator ചെയ്യാം, 0.06 into equal അടിക്കുക, M plus 13.5 divided by MRC equal 3,750. 3,750. Choice A. Choice A. Then 10th question. A machine for which the useful life is estimated to be 5 years, cost rupees 5,000 and rate of depreciation 10%. Scrap value. So scrap value formula, scrap value എടുക്കാവുന്ന formula, scrap value എടുക്കാവുന്ന formula cost into 1 minus I the whole ratio n. So ഇതിലെ cost, ഇത് cost ആണ്, I rate of depreciation ആണ്, n യൂസ്ഫുൾ ലൈഫാണ്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? 5,000 ഇൻറ്റു 1 മൈനസ് 0.10 ദ ഹോൾ റേസ് ടു 5. ദാറ്റ് മീൻസ് 5,000 ഇൻറ്റു 0.90 ദ ഹോൾ റേസ് ടു 5.
0.9 into equal to 2 times 345 into 5000 will be equal to 2952.45. 2952.45. 2952.45. Okay, Lay. Then next question. Permutations and combination question. If two persons shakes hand with each other in a party and the total number of handshakes will be 66, then the number of guests in the party. So നമ്മൾ n ഗസ്റ്റ് ഉണ്ടായിരുന്നു, രണ്ട് പേര് ചേരുമ്പോഴാണ് ഒരു ഹാൻഡ് ഷേക്ക് പോസിബിൾ ആണ്. ഔട്ട് ഓഫ് n കോമ്പിനേഷൻ ഓഫ് 2 നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദെയർ ബി n പേഴ്സൺസ് ആർ ഇൻ ദ പാർട്ടി. നമുക്ക് ആ n ആണ് എത്ര പേഴ്സൺ ഉണ്ടായിരുന്നു, എത്ര ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് തന്നിട്ടുണ്ട് 66. ദാറ്റ് മീൻസ് കോമ്പിനേഷൻ ഔട്ട് ഓഫ് n കോമ്പിനേഷൻ ഓഫ് 2 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? NC2 ഈക്വൽ ടു 66. ഒന്നുകിൽ നേരെ ചോയ്സ് മെത്തേഡിൽ എഴുതാം, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ചോയ്സ് മെത്തേഡിൽ ആൻസറിലേക്ക് വരാം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 2 factorial into 2 factorial equal to 66. That means n factorial divided by n minus 2 factorial. 66 into 2 എത്രയാണ്? 132 ആണ്. This can be written as n factorial divided by n minus 2 factorial can be written as n factorial n into n minus n into, so this can be written as n into n minus 1 into n minus 2 factorial the whole divided by n minus 2 factorial equal to 132. So that implies n minus 2 factorial get cancelled. n into n minus 1 equal to 132. So നേരെ ചോയ്സിലേക്ക് ഇട്ട് കൊടുക്കുക. n-ന് 11 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ n ഈക്വൽ ടു 11 ആണെങ്കിൽ 11 into 10 എന്ന് പറയുന്നത് 132 അല്ല. n-ന് 12 ഇട്ട് കൊടുക്കുക. 12 into 11 ഈക്വൽ ടു 132 ആണ്. ദാറ്റ് ഇംപ്ലൈസ് n is equal to എത്ര വരും? 12. n is equal to 12. n is equal to 12. Okay. Then so ഒരു lengthy question ആണ്. The ways of selecting means combination. Arrangement അല്ല, arrangement ആയിരുന്നെങ്കിൽ permutation വന്നേനെ. Say ways of selecting 4 letters from the word examination. So നോക്കാം. Examination. The word examination. EXAMINATION. എക്സാമിനേഷൻ മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. സോ എക്സാമിനേഷനിൽ മൊത്തം 11 ലെറ്റേഴ്സ് ഉണ്ട്. സോ ഇതിൽ എത്ര ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഫസ്റ്റ്. ഇ എന്ന് പറയുന്ന ഒരു ലെറ്റർ, എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ, ദെൻ എ 2 ടൈംസ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ലെറ്റർ 2 ടൈംസ് ഉണ്ട്. ദെൻ എം, ദെൻ ഐ 2 തവണ, ദെൻ എൻ 2 തവണ, ദെൻ ടി, ദെൻ ഒ. അല്ലേ? സോ എത്ര ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. That means examination consists of 8 different letters. 8 different letters ഉണ്ട്. നമുക്ക് എത്ര ലെറ്റർ ആണ് സെലക്ട് ചെയ്യേണ്ടത്? 4 ലെറ്റേഴ്സ് ആണ്. സോ നമ്മൾ 3-4 കേസ് ആയിട്ട് നമുക്ക് എഴുതാം. കേസ് 1, നമ്മൾ സെലക്ട് ചെയ്യുന്ന 4ഉം ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇഫ് ഓൾ 4 ആർ ഡിഫറെൻറ്റ്. സോ നമുക്ക് എത്ര ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്? 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 4 എത്ര ഇതിൽ സെലക്ട് ചെയ്യാം? 8C4. 8C4 എത്ര വരും? 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. കാൽക്കുലേറ്ററിൽ ചെയ്ത് കണ്ടുപിടിക്കുക. 8 into 7 into 6 into 5 ഡിവൈഡഡ് ബൈ 24. നമുക്ക് എത്ര വരും? 70. കേസ് 1. ദെൻ കേസ് 2, നമുക്ക് വേണ്ട 4 ലെറ്റേഴ്സ് ആണ്. ഫസ്റ്റ് കേസ് നമ്മൾ എന്തെടുത്തു? 4ഉം ഡിഫറെൻ്റ് ആണെങ്കിൽ എക്സാമിനേഷൻ ടോട്ടൽ 11 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 3 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ 2 തവണ, ഐ 2 തവണ, എൻ 2 തവണ.
ദെൻ നമുക്ക് രണ്ടാമത്തെ കേസ് ഫസ്റ്റ് നമ്മൾ എന്തെടുത്തു 4 ഡിഫറൻ്റ് ആയിട്ട്, അതായത് 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ 4 സെലക്ട് ചെയ്യാൻ മീൻസ് എന്താണ് 8C4. ഇനി അടുത്ത രണ്ടാമത്തെ 2 letters alike and other 2 different. 2 ലെറ്റേഴ്സ് എലൈക്ക് ആണ്, ബാക്കി 2 ഡിഫറൻ്റ് ആയിട്ട് വന്നാൽ നമുക്ക് എത്ര എലൈക്ക് പെയർസ് ഉണ്ട്? 1 2 3. ഈ 3-ൽ നിന്ന് എന്താണ് ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇപ്പോൾ 2 ലെറ്റർ ആയില്ലേ, 3 എലൈക്ക് ആയിട്ടുള്ള പെയർസ് ആണ്. ഒരു പെയർ സെലക്ട് ചെയ്താൽ നമുക്ക് 2 ലെറ്റർ ആവും. ദാറ്റ് മീൻസ് 3C1 ആൻഡ് മീൻസ് ഇൻടു മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് എ എന്ന് പറയുന്ന ഒരു പെയറാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് എത്ര ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ടാവും? ഇ, എക്സ്, എം, ഐ, എൻ, ടി, ഒ, അങ്ങനെ 7 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എത്ര വേണം? ഇപ്പോൾ ഒരു പെയർ പിക്ക് ചെയ്താൽ നമുക്ക് 2 ലെറ്ററാണ് കിട്ടുന്നത്. ദെൻ റിമൈനിങ് 7-ൽ നിന്ന് എത്ര ലെറ്ററും കൂടെ വേണം? 2 ലെറ്ററും കൂടെ വേണം. എങ്ങനെ എഴുതാം അത്? 7C2. സോ ദാറ്റ് മീൻസ് 3 ഇൻറ്റു 7C2 വരുന്ന 21 ആണ്. 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 2 21 വരും. 21 ഇൻറ്റു 3 എത്രയാണ്? 63. അപ്പോൾ കേസ് 1 ഓർ കേസ് 2 ഓർ കേസ് 3. സോ നമുക്ക് എന്താണ് 4 ലെറ്റേഴ്സ് വേണം. 2 എലൈക്ക് ആൻഡ് അതർ 2 ഓൾസോ എലൈക്ക്. ഫസ്റ്റ് ടൈപ്പും ദെൻ സെക്കൻഡ് ടൈപ്പും. 2 എലൈക്ക് ആൻഡ് other 2 also alike. So that means out of 3 we have to select 2 alike pairs at the same time. So എങ്ങനെ എഴുതാം? 3C2 എന്ന് പറയുന്നത് എന്തിനാണ്? 3C1 തന്നെയാണ്. എത്ര വരും? 3 വരും. Or means, so total selection, or means addition. 70 plus 63 plus 3, 133 plus 3 equal to 136. ചോയ്സിലുണ്ടോ? A 136. 12th question over. Then next one. സോ ഇവിടെ ഒന്നുകൂടെ പറയുകയാണ്, എക്സാമിനേഷൻ 4 ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ 3 എലൈക്ക് പെയർസ് ഉണ്ട്. നമുക്ക് 4 ലെറ്റേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് കേസായിട്ട് എന്തെടുത്തു? എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ 8C4. ദെൻ 2 എലൈക്കാണ്, 2 ഡിഫറെൻറ്റ്. സോ 3 പെയർസിൽ നിന്ന് ഒരെണ്ണം എടുക്കുമ്പോൾ നമുക്ക് 2 എലൈക്കായിട്ടുള്ള ലെറ്റേഴ്സ് കിട്ടും. ദെൻ റിമൈനിങ് 7 ഡിഫറെൻറ്റ് ലെറ്റേഴ്സിൽ നിന്ന് 2. അതാണ് സെക്കൻഡ് കേസ്. ദെൻ തേർഡ് കേസ് എന്താണ്? ഫസ്റ്റ് 2 alike and other 2 also alike of second type. That means 3C2. So 3C2 എന്ന് വരും. 3C1 തന്നെയാണ്. 3 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 136. The next question, AM and GM of 2 numbers is 6.5 and 6 respectively. Then the 2 numbers are. So 2 numbers ഉണ്ട്. എയും ബിയും എടുക്കാൻ 2 numbers. Arithmetic mean of 2 numbers എന്താണ്? Sum divided by 2 ആണ്. 6.50. That implies നമുക്ക് എന്ത് പറയാം? A plus B equal to 6.5 into 2 എത്ര കിട്ടും? 13. Then geometric mean. That means 2 ടേം ആണെങ്കിൽ root of AB equal to 6 ആണ്. 2 സൈഡും സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? root of ABയുടെ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് നമുക്ക് എങ്ങനെ എഴുതാം? AB equal to 36. അതായത് നമുക്ക് 2 നമ്പേഴ്സ് വേണം. A എന്ന് B എന്ന് പറഞ്ഞ 2 നമ്പേഴ്സ് വേണം. 2 കൂടെ ആഡ് ചെയ്താൽ 13 വരികയും വേണം. 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 36 വരികയും വേണം. അങ്ങനെ ചോയ്സ് നോക്കി. ഫസ്റ്റ് വൺ 6 + 7 13 ആണ്. പക്ഷേ 6 × 7 ഒരിക്കലും എന്തല്ല? 36 അല്ല. അതുകൊണ്ട് എന്താണ് ചോയ്സ്? എ ഒഴിവാക്കി. ദെൻ 9 + 4 13 ആണ്. 9 × 4 എത്രയുമാണ്? 36ഉമാണ്. ദെയർഫോർ നമ്മുടെ ആൻസർ എന്ത് വന്നു? 9 and 4. 9 and 4 will be the right answer. 9 and 4. Okay, le. Then 14th question. The 6th term of a GP with common ratio as 2 and first term being 5 is. So GP യുടെ 5th term T5 GP ആണ്. T5 എങ്ങനെ എഴുതാം? 5th term അല്ല, 6th term. T6 equal to A into R raised to 5. A into R raised to 5. ഇതിൽ എന്ത് തന്നിട്ടുണ്ട്? കോമൺ റേഷ്യോ 2 എന്ന് തന്നിട്ടുണ്ട്. ബീയിങ് ആൻഡ് ദ ഫസ്റ്റ് ടൈം ബീയിങ് 5. സോ 5 into 2 raised to 5. That means 5 into 32.
സോ 32 ഇൻറ്റു 5 എത്ര കിട്ടും? 160. ചോയ്സിലുണ്ടോ? ചോയ്സ് എ 160. 160. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജി ഓഫ് എക്സ് തന്നിരിക്കുന്നു, ജി ഓഫ് -1/2 ചോദിച്ചിരിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യനിലൊരു ക്ലാരിറ്റി ഉണ്ട്. എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ആണോ, എക്സ് മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ആണോ എന്നുള്ള രീതിയിൽ ക്ലാരിറ്റി ഇല്ല. നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1/x ആണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ജി ഓഫ് -1/2 ക്യാൻ ബി റിട്ടൺ ആസ്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് -1/2 എങ്ങനെ എഴുതാം? എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? -1/2 കൊടുക്കുക. -1/2 മൈനസ് 1/-1/2. So that implies -1/2, then plus minus into minus, minus divided by minus എന്ത് വരും? പ്ലസ് വരും. പ്ലസ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2ൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? +2 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് -1 + 4 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് മീൻസ് ഇത്രയാണ് 3/2 ആണ് വരുന്നത്. ഇങ്ങനെ ഒരു ആൻസർ ഇല്ല, ഇതായിരിക്കില്ല ക്വസ്റ്റ്യൻ, ഇതായിരിക്കില്ല. ദെൻ പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്തേ ഉള്ളൂ? ഹോൾ ഡിവൈഡഡ് ബൈ, ദ ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് x equal to x minus 1 the whole divided by x. Then g of -1/2 equal -1/2 minus 1 the whole divided by -1/2. So that implies -1 -1/2 -1 എത്ര വരും? ന്യൂമറേറ്ററിലെ LCM എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 -2 the whole divided by 2 the whole divided by -1/2. So that implies നമുക്ക് എന്ത് വരും? -3/2 -3 divided by 2 -3 divided by 2 the whole divided by -1/2. Division by fraction means reciprocal കൊണ്ടുള്ള multiplication. -3/2 into -2/1 -2/1. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഗെറ്റ് ക്യാൻസൽ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, +3. സോ ആൻസർ എത്ര വന്നു? 3. ഇതിൽ സി 1/2 എന്നൊക്കെ തന്നിരിക്കുന്നു, അത് മിസ്റ്റേക്ക് ആകാനേ ചാൻസ് ഉള്ളൂ. രണ്ട് രീതിയിൽ എടുത്താലും നമുക്ക് ആൻസർ 1/2 എന്നുള്ള ആൻസർ വരില്ല. സോ ഒന്നുകിൽ 3/2 അല്ലെങ്കിൽ നമുക്ക് 3 എന്നുള്ള ആൻസർ ആണ് വരുന്നത്. സോ തന്നിരിക്കുന്ന ചോയ്സിൽ മിസ്റ്റേക്ക് ആയിരിക്കാനാണ് ചാൻസ്. ദെൻ ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് x ടെൻസ് ടു 3 x² -9 ഡിവൈഡഡ് ബൈ x -3. ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലിമിറ്റ് x ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് 3 ഇട്ട് കൊടുക്കും. സോ എക്സിന് 3 ഇട്ട് കൊടുത്താൽ ഇവിടെ എന്ത് വരും? 3² -9 ഡിവൈഡഡ് ബൈ 3 -3. ദാറ്റ് മീൻസ് 0/0 ഫോർമാറ്റിലാണ് വരുന്നത്. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്തിട്ട് 0 അതായത് ഡിനോമിനേറ്റർ 0 വരാത്ത ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കുക. ലിമിറ്റ് x ടെൻസ് ടു 3 x² -9 a² - b² ഫോർമാറ്റാണ്. a² - b² ക്യാൻ ബി റിട്ടൺ ആസ് a + b ഇൻറ്റു a - b. x -3 into x plus 3 the whole divided by x -3. x -3 get cancel. സോ മിച്ചം എന്ത് വന്നു? എങ്ങനെ ആക്കി നമ്മൾ ആ ടേമിനെ എങ്ങനെ എടുക്കാം? നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 3 x + 3 മാത്രമായി. ഡിനോമിനേറ്ററിൽ 0 വരുന്ന x -3 നമ്മൾ ഒഴിവാക്കി. ഇനി എക്സിന് 3 ഇട്ട് കൊടുത്തേ. 3 + 3 = 6. 3 + 3 = 6 is the right answer. 6. Okay, ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രേഷനിൽ തന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഇൻ്റഗ്രൽ 1 to 2 വരില്ല, 0 to 1 ആയിരിക്കും.
integral 0 to 1. Integral 0 to 1 2x square minus x cube dx. 2x square minus x cube dx. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2x സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 2 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് ക്യൂബിനെയോ എക്സ് റേസ്ഡ് ടു 4 ഡിവൈഡഡ് ബൈ 4. സോ ഇതിനകത്തേക്ക് നമ്മൾ എന്താണ് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് വാല്യൂ. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1 ഇട്ട് കൊടുത്താൽ 1/3 മൈനസ് 1/4 ഇത് ടൈം മൈനസ് ലോവർ ലിമിറ്റ്. സോ 2 ഇൻറ്റു 0 മൈനസ് 0. ദാറ്റ് മീൻസ് ആ ടേം 0 ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കംപ്ലീറ്റ് ടേം 0 ആയിട്ട് മാറും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2/3 മൈനസ് 2/3 മൈനസ് 1/4. സോ രണ്ട് ടേമാണ്. നേരെ എന്ത് ചെയ്യാം, നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 8 4 into 2 8 minus 3 divided by 12. So that means final answer എന്ത് വരും? 5 divided by 12. 5 divided by 12. ചോയ്സിലുണ്ടല്ലോ ചോയ്സ് ബി. ചോയ്സ് ബി. Then 18th question. dy by dx. Find dy by dx when y equal to at x square equal to 2. y equal to എത്രയാണ്? 4x cube plus 8x raised to 7. Therefore dy by dx equal to dy by dx 4 into x cube ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3x square plus 8 constant into x raised to 7 ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 7x raised to 6. So that means 12x square plus 56 x raised to 6. പക്ഷെ നമുക്ക് dy by dx അല്ല ചോദിച്ചിരിക്കുന്നത്. dy by dx അറ്റ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനെ ഇൻ ടേംസ് ഓഫ് എക്സ് സ്ക്വയർ ആക്കി വേണം. ഫസ്റ്റ് ടൈം നോ ഇഷ്യൂ. എക്സ് റൈസ് ടു 6നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ മാറ്റാം? 12x square plus 56 into x square the whole raised to 3. നമുക്ക് വേണ്ട എന്താണ്? dy by dx at x square equal to 2. x സ്ക്വയറിന് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കി. 12 into 2 plus 56 into 2 cube. So that means 12 into 2 എത്രയാണ്? 24 plus 56 into 8 ആണ് 448. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 472. ചോദിച്ചിട്ടുണ്ടോ? 472 is the right answer. 472. So 18 questions ആണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിലുള്ളത്. ദെൻ 19th മുതൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. ദ ബെസ്റ്റ് മെത്തേഡ് ടു കളക്ട് ഡേറ്റ ഇൻ കേസ് ഓഫ് നാച്ചുറൽ കലാമിറ്റി. സോ നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോൺ ഇൻ്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യൻ എയർ മെത്തേഡ്, ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ. സോ നാച്ചുറൽ കലാമിറ്റീസ് വന്നു കഴിഞ്ഞാൽ ടെലിഫോണോ മെയിൽഡ് ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ല, ഡയറക്റ്റ് അഫക്റ്റഡ് പേഴ്സണിൽ നിന്നാണ് നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ദെയർഫോർ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ പേഴ്സണൽ ഇൻ്റർവ്യൂ. ദെൻ നെക്സ്റ്റ് വൺ, ദ എൻറ്റയർ അപ്പർ പാർട്ട് ഓഫ് ദ ടേബിൾ ഈസ് നോൺ ആസ് ക്യാപ്ഷൻ സ്റ്റബ് ബോക്സ് ഹെഡ്. അല്ലേ? സോ എൻറ്റയർ അപ്പർ പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ബോക്സ് ഹെഡ്. ബോക്സ് ഹെഡ്. Then 21st question. The standard error can be described as the error committed in sampling. ഇതാണോ സ്റ്റാൻഡേർഡ് എറർ? അല്ല. The error committed in sample survey. അല്ല. The error committed in sampling estimating parameter. അല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് എറർ. നമ്മളെടുത്ത സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? Standard error. Okay, then the standard deviation of 25. സോ നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഒന്നുകിൽ ഇത്
അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ എടുത്തിട്ട് നമുക്ക് XI DI അങ്ങനെ കുറച്ചിട്ടൊക്കെ എടുക്കാം. നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്രയും നമ്പറല്ലേ ഉള്ളൂ. നമുക്ക് നേരെ ആൻസറിലേക്ക് വരാം. എക്സ് 25, 32, 43, 53, 62, 59, 48, 31, 24, 33. So that means എത്ര 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So ഇതിൻ്റെ സം നമുക്ക് എടുക്കാം. 25 പ്ലസ് 32 പ്ലസ് 43 പ്ലസ് 53 പ്ലസ് 62 പ്ലസ് 59 പ്ലസ് 48 പ്ലസ് 31 പ്ലസ് 24 പ്ലസ് 33. സോ സമ്മ ഇതിന് വേണമെങ്കിൽ സിഗ്മ എക്സ് 410 എന്ന് കിട്ടി. ദെൻ ഇതിൻ്റെ സ്ക്വയർ എടുക്കാം, എക്സ് സ്ക്വയർ. സോ 25, 625, ദെൻ 32 സ്ക്വയർ എടുക്കുമ്പോൾ 1024, ദെൻ 43 സ്ക്വയർ എടുക്കുമ്പോൾ 1849, ദെൻ 53 സ്ക്വയർ എടുക്കുമ്പോൾ 2809, ദെൻ 62 സ്ക്വയർ എടുക്കുമ്പോൾ 3844, ദെൻ 59 സ്ക്വയർ എടുക്കുമ്പോൾ 3481, ദെൻ 48 സ്ക്വയർ എടുക്കുമ്പോൾ 2304, ദെൻ 31 സ്ക്വയർ എടുക്കുമ്പോൾ 961, ദെൻ 24 സ്ക്വയർ എടുക്കുമ്പോൾ 576, ദെൻ 33യുടെ സ്ക്വയർ 1089. again 25 square, then 32 square, 43 square, 53 square, then 62 square, then 59 square, 48 square, 31 square, then 24 square, 33 square, 18,562 കിട്ടും. 18,000 സിഗ്മ XI സ്ക്വയർ അല്ലെങ്കിൽ 18,562. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ നോക്കേണ്ട വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഒരു ഫോമിൽ എടുക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n ദ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഇങ്ങനെ എടുക്കാം, റൂട്ട് ഓഫ് 18,562 divided by 10 minus 410 divided by 10 the whole square. So root of 0.2 minus 1681. Right answer. (1856.2 minus 1681) 175.2 അതിൻ്റെ റൂട്ട് 13.2363.
നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 13.23. 13.23. Then what is the value of first quartile for observation? So 15, 18, 10. So നമുക്കിതൊരു അസെൻഡിങ് ഓർഡറിൽ ഫസ്റ്റ് എഴുതണം. ഏറ്റവും ചേർത്ത് വരുന്നത് 10 ആണ്, ദെൻ 12 ആണ്, ദെൻ 15 ആണ്. സോ 10 കഴിഞ്ഞു, 12, 15, ദെൻ നെക്സ്റ്റ് വൺ 18 അല്ല 16 ഉണ്ട്, ദെൻ 18 ഉണ്ട്, 16, 18, ദെൻ 20, ദെൻ 23, ദെൻ 28. Okay, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. So 8 ടേംസ് ഉണ്ട്. നമുക്ക് വേണ്ട എന്താണ്? ഫസ്റ്റ് ക്വാർട്ടൈൽ. സോ Q1 നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? n+1 ഡിവൈഡഡ് ബൈ ഫോർത്ത് ടേം. One, 2, 3, 4, 5, 6, 7, 8. That means n+1 എത്ര വരും? 9 ഡിവൈഡഡ് ബൈ ഫോർത്ത്. 9 ഡിവൈഡഡ് ബൈ ഫോർത്ത്. So that means 9 by 4, 30. 2.25. That means നമുക്ക് എന്താണ്? സെക്കൻഡ് ടേം 12 പ്ലസ് സെക്കൻഡും തേർഡും നമ്മളെ ഡിഫറൻസിൻ്റെ 0.25. ദാറ്റ് മീൻസ് 15 മൈനസ് 12 ഇൻറ്റു 0.25. സോ ദാറ്റ് മീൻസ് എത്ര വരും? 12 പ്ലസ് 3 ഇൻറ്റു 0.25. 0.75 ആണ്, 0.75. 12 പ്ലസ് 0.75 എത്ര കിട്ടും? 12.75. ചോയ്സിൽ ഏതാണ്? 17, 16, 15.75. സോ ഇത് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. 15.75 അല്ലെങ്കിൽ ഇത് 12.75 ആയിരിക്കും. നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ആൻസർ വരേണ്ടത് 12.75 ആണ്. ഇത് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. അങ്ങനെ സി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഡി ആണ്. ഡിക്ക് അത് 12 അല്ല വരുന്നത്, 12.75 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? രണ്ട് ക്വസ്റ്റ്യനിലാണ് ഇപ്പോൾ ഓൾറെഡി മിസ്റ്റേക്ക്. നേരത്തെ ഡിവൈഡഡ് ബൈ എക്സ് അതിൽ നമുക്ക് കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്തുന്നില്ല. ഇവിടെയാണ് ആക്ച്വലി ഒരു 15.75 ബൈ മിസ്റ്റേക്ക് 12.75 ആയിരിക്കും ഉദ്ദേശിച്ചത്. ദെൻ നെക്സ്റ്റ് വൺ 24th question. The quartile deviation of a normal curve is 4.05. Then the mean deviation. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ ഡീവിയേഷനും ക്വാർട്ടൈൽ ഡീവിയേഷനും കൂടെ ഒരു റിലേഷൻ ഉണ്ട്. 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is equal to 5 mean deviation is equal to 6 quartile deviation. 4 standard deviation equal to 5 mean deviation is equal to 6 quartile deviation. ആണ് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? Quartile deviation of a normal curve is a 4.05, then its mean deviation. So 5 mean deviation equal to 6 into 4.05. So that implies mean deviation equal to 6 into 4.05 divided by 5. 6 into 4.05 divided by 5. Right? 4.86. 4.86 നമുക്ക് ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 80 ആയിരിക്കില്ല, 86 ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് എന്നാലും ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് ചോയ്സ് ഡി ആണ്. 24th question, ചോയ്സ് ഡി. Then next question. If there are two groups containing 30 and 20 observations and having 50 and 60 arithmetic mean, then combined arithmetic mean. Combined arithmetic mean. Combined AM is equal to n1 x1 bar plus n2 x2 bar. n1 എത്രയാണ്? 30 ആണ്. x1 bar എത്രയാണ്? 50 plus n1 x1 bar plus n2 x2 bar the whole divided by n1 plus n2. 30 into 50 plus 20 into 60 the whole divided by
30 plus 20 right answer 54. Solve ചെയ്യുമ്പോൾ ആൻസർ 54. Okay, then next one. Two variables x and y are related as 5x plus 2y equal to plus 5 equal to 0, x bar equal to 5, then y bar is equal to നോക്കുക 5x plus 2y equal to plus 5 equal to 0 ആണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. So that implies നമുക്ക് എങ്ങനെ എഴുതാം 2y is equal to minus 5x minus 5. That implies y is equal to 1 by 2 into minus 5x minus 5. Then x bar. Arithmetic mean ആണ് y bar കണ്ടുപിടിക്കണം. y bar equal to 1 by 2 into 5 minus 5 x bar minus 5. Okay. So affected due to change of origin and scale. 1 by 2 into minus 5 into x bar എത്രയാണ് x bar 5 ആണ്. Then minus 5. That implies y bar equal to 1 by 2 into minus 25 minus 5. That means minus 30 divided by 2 minus 15. So choice എന്ത് വന്നു D minus 15. 26th question നമുക്ക് എത്ര കിട്ടി y bar equal to minus 16. Choice D. Then arithmetic mean and coefficient of variation of x are 5 and 20 respectively. What is the variance of 15 minus 2x? So coefficient of variation formula എന്താണ് sigma divided by x നെ എടുക്കുകയാണ് x bar into 100. So 20 is equal to sigma divided by 5 into 100. So that implies sigma x 20 into 5 divided by 100. That means 1 വരും. Then നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത് what is the variance of y? So that means y equal to 15 minus അല്ലെങ്കിൽ minus 2x plus 15 എന്ന് എഴുതാം. Then standard deviation of y. Standard deviation of y നമുക്ക് എങ്ങനെ എടുക്കാം modulus of minus 2 into standard deviation of x. Modulus of minus 2, that means 2 into standard deviation of x എത്രയാണ് 1 ആണ്. That means standard deviation of y എത്ര കിട്ടി 2 കിട്ടി. നമുക്ക് വേണ്ട എന്താണ് variance of y equal to standard deviation സ്ക്വയർ ആണ് variance, 2 സ്ക്വയർ ആണ് 4. Standard deviation. Then next one, choice answer for choice B. Next question, 28th question. The coefficient of correlation between variables is 0.5 and their coefficient of determination. So R equal to 0.5 ആണെങ്കിൽ 0.5. Coefficient of determination എന്ത് വരും r സ്ക്വയർ വരും. That means 0.5ൻ്റെ സ്ക്വയർ 0.5 into equal to എത്ര കിട്ടും 0.25. 0.25 is the right answer. Coefficient of determination r square. Coefficient of non determination വരുമ്പോൾ നമ്മൾ 1 minus r square ഒക്കെ എടുക്കുന്നത്.
Then next one, if r is equal to 0.5, sigma xy equal to 120, sigma y 8, sigma x square 90, then the value of n is equal to, okay, so r equal to നമുക്ക് എങ്ങനെ എടുക്കാം, sigma xy divided by n into sigma x into sigma y അല്ലേ, ഇത് ഈക്വൽ ടു എത്രയാണ്, 0.5 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ എക്സ് വൈ ഉണ്ട് 120 ഡിവൈഡഡ് ബൈ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ ഉണ്ട്, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എത്രയാണ്, 8 ആണ്, ഈക്വൽ ടു 0.5. ദെൻ സിഗ്മ എക്സ് കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻ ഉണ്ട്. Sigma x can be written as root of sigma x square, root of sigma x square divided by n, root of root of sigma x square divided by n. So root of 90 divided by n. സോ നേരെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. 120 ഡിവൈഡഡ് ബൈ 8, 120 ഡിവൈഡഡ് ബൈ 8 നമുക്ക് എങ്ങനെ എടുക്കാം, 120 ഡിവൈഡഡ് ബൈ 8 15 വരും. ദെൻ റിമൈനിങ് 15 divided by n into root of 90 by n is equal to 0.5. 0.5. So cross multiplying 15 divided by 0.5 is equal to n into root of 90 by n. So 15 divided by 0.5 നമുക്ക് എങ്ങനെ എഴുതാം, 30 is equal to n means root n the whole square, root n the whole square. Into root 90 divided by root n. ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും സ്ക്വയർ ക്യാൻസൽ ആകും. സോ ദാറ്റ് മീൻസ് നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം, 30 ഇസ് ഈക്വൽ ടു റൂട്ട് 90 ഇൻറ്റു റൂട്ട് എൻ. ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ അപ്ലൈ ചെയ്ത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 30 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 90n. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം, 30യുടെ സ്ക്വയർ 900 ഈക്വൽ ടു 90n. ദാറ്റ് ഇംപ്ലൈസ് n ഇസ് ഈക്വൽ ടു എത്ര വരും, 900 ഡിവൈഡഡ് ബൈ 90 ഈക്വൽ ടു 10. ആറിൻ്റെ ഫോമുലയും സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഈ ഫോമുലയും യൂസ് ചെയ്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് വന്നു. 29th ക്വസ്റ്റ്യൻ, n is equal to 10. n is equal to 10. Okay, then last question. What is the chance of picking a heart for or queen not of heart from a pack of 52 cards? So 52 cards ആണ്. So probability എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേവറബിൾ ഇവൻറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇവൻറ്റ്സ് ആണ്. സോ ഒബിയസ്ലി ടോട്ടൽ ഇവൻറ്റ്സ് 52 ആണ്. സോ നമുക്ക് 13 പിക്കിങ് എ ഹേർട്ട്. സോ 13 ഹേർട്സ് ഉണ്ട്. ഓർ മീൻസ് പ്ലസ് ക്യൂൺ നോട്ട് ഓഫ് ഹേർട്ട്. ദാറ്റ് മീൻസ് 4 ക്യൂൺ ഉണ്ട്. ഹേർട്ടിൻ്റെ ക്യൂൺ ഒഴിവാക്കിയാൽ പിന്നെ റിമൈനിങ് 3. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, 16 ഡിവൈഡഡ് ബൈ 52. 16 ഡിവൈഡഡ് ബൈ 52. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 4 കൊണ്ട് 16/4 4 ആണ്. 52 ഡിവൈഡഡ് ബൈ 4 13 ആണ്. ദെയർഫോർ ആൻസർ നമുക്ക് എന്ത് തോന്നുന്നു, 4 ഡിവൈഡഡ് ബൈ 13. 4 ഡിവൈഡഡ് ബൈ 13. അപ്പോൾ നോർമലി നമുക്ക്
30 ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. ഇത്തവണയും 30 ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ബിസിനസ് മാത്തമാറ്റിക്സിൽ 4th ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് RTP കവർ ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ഇത്തവണ കൂടുതൽ നമുക്ക് 18 ക്വസ്റ്റ്യൻസ് വരെ 20 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ഫ്രം ബിസിനസ് മാത്തമാറ്റിക്സിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 4ൽ നിന്ന് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിൽ നിന്ന് നോർമലി കവർ ചെയ്യാറുണ്ട്. RTPയിൽ ഇത്തവണ അങ്ങനെയല്ല. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് RTPയിൽ കൂടുതൽ കവർ ചെയ്തിരിക്കുന്നത്. ബിസിനസ് മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ് ജനറലി ഉള്ള പോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് ബിസിനസ് മാത്തമാറ്റിക്സിൽ നമുക്ക് 20 വരെയില്ല, 18 വരെയാണ്. ദാറ്റ് മീൻസ് 13 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അതിൽ 4th ചാപ്റ്ററിൽ കുറവ്. ഒരിക്കലും എക്സാമിന് അങ്ങനെ ഒരു പാറ്റേൺ വരണം എന്നില്ല. നോർമലി നമുക്ക് 14 മാർക്സ് മിനിമം എപ്പോഴും 4th ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ സെപ്റ്റംബർ 25ലേക്കുള്ള റിവിഷൻ ടെസ്റ്റ് പേപ്പർ 30 ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ നമുക്ക് 2 സെഷൻ നമുക്ക് വരുന്നത് നെക്സ്റ്റ് സെഷനിൽ വരുന്നത് മെയ് 25 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് പ്ലസ് ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ്. നെക്സ്റ്റ് സെഷനിൽ അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയ് 25 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്ലസ് ഡിസ്കഷൻ ആയിരിക്കും. ദെൻ ഒബ്വിയസ്ലി നമുക്ക് MTP വരുമ്പോൾ 1ഉം 2ഉം നോർമലി വരാറുണ്ട്. അതായിരിക്കും അതിനുശേഷം വരുന്ന ഡിസ്കഷനിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ മെയ് 25 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.